നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. RCB IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റണ്ണിന് തോൽപ്പിച്ചാണ് പ്ലേ ഓഫിലെ ആദ്യ ക്വാളിഫയറിൽ RCB വിജയിച്ചു കയറിയത്. ഇതോടെ അവർ ഫൈനലിലെത്തി. ഇനി ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടി ആരാണോ വിജയി അവരുമായി കളിക്കും. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിന് ഫൈനലിലെത്താം. തോറ്റാൽ പുറത്താവുകയും ചെയ്തു. ഇന്ന് നടന്ന കളിയിൽ 20 ഓവറിൽ 254 റണ്ണിൻ്റെ കൂറ്റൻ സ്കോറാണ് RCB പടുത്തുയർത്തിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ടൈറ്റൻസ് ഒരു ഘട്ടത്തിലും കളി ജയിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല. അവസാനം അവർ 19.3 ഓവറിൽ 162 റണ്ണിന് എല്ലാവരും പുറത്തായി. അവർക്ക് വേണ്ടി രാഹുൽ ടൈവാറ്റിയ അർദ്ധ സെഞ്ചുറി നേടി എന്നതൊഴികെ മറ്റാരും തന്നെ, ജോസ് ബട്ട്ലറും വലിയ തെറ്റില്ലാതെ ബാറ്റ് ചെയ്തു എന്നതൊഴികെ മറ്റാരും നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ചതേയില്ല. അവർ ഒരു ഘട്ടത്തിലും വിജയിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല. RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ജേക്കബ് ഡഫി 3 വിക്കറ്റ് വീഴ്ത്തി. ഭുവനേശ്വർ കുമാർ, കൃണാൽ പാണ്ഡ്യ, റാസിഖ് സലാം എന്നിവർ ഈ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. എന്തായാലും RCB തുടർച്ചയായി 2ാം വട്ടവും IPL ഫൈനലിലെത്തിയിരിക്കുന്നു. അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കളി കൂടി ജയിച്ചാൽ അവർക്ക് ഈ കപ്പ് നിലനിർത്താം. അങ്ങനെ തുടർച്ചയായി 2ാം വട്ടവും അവർക്ക് ഫൈനലിലെത്താം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ 33 പന്തിൽ 93 റണ്ണാണ് അടിച്ചെടുത്തത്. 9 സിക്സറും 5 ഫോറും. അതിനുശേഷം പിന്നെ വിരാട് കോഹ്ലി 43, കൃണാൽ പാണ്ഡ്യ 43, ദേവ്ദത്ത് പടിക്കൽ 30 എന്നിങ്ങനെയാണ് റണ്ണടിച്ചത്. എന്തായാലും രജത് പട്ടിദാറിൻ്റെ തകർപ്പൻ ബാറ്റിംഗാണ് RCBയെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത്.